വിജയ് തൃഷ ബന്ധം. അതിൽ തന്നെ എന്തുകൊണ്ടാണ് വിജയ്ക്ക് ഇത്രയും ഫാൻസ് വരുന്നത്? വിജയെ കാണാൻ വരുന്ന ആൾക്കാർ മരിക്കാൻ കാര്യം എന്താണ്? സത്യം പറഞ്ഞാൽ മികച്ചൊരു നടൻ പോലും അല്ല സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാൻ ശേഷിയുള്ള വ്യക്തിയാണെങ്കിൽ വിജയെ കണ്ടു, എനിക്ക് എന്താണ് സുഖം കിട്ടുന്നത് അതുകൊണ്ട് ഒരു നിമിഷം ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പണി. ഇവിടെയൊക്കെയാണല്ലോ ഈ കറുപ്പിന് കോംപ്ലക്സ് എന്നൊക്കെ പറയുന്നത്. തമിഴ്നാട്ടിലെ പെണ്ണുങ്ങൾക്ക് കറുപ്പൊന്നും ഒരു കോംപ്ലക്സും ഇല്ല. അവരാ കറുപ്പിന് പുറത്ത് മഞ്ഞളും ഒക്കെ ഇട്ട് സൈക്കിളിനകത്തൊക്കെ എല്ലാ സ്ത്രീകളും ജോലി ചെയ്ത് മനസ്സിലായോ? തമിഴ് പെണ്ണിന്റെ സ്ത്രീയുടെ ഒരു എനർജി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ ത്രസിക്കുന്ന എനർജിയാണ്. ഇന്ത്യയിൽ ഒരു നഗരത്തിലും ഇല്ലാത്തൊരു വ്യത്യാസം ചെന്നൈ നഗരത്തിലൊന്നും കാണാൻ പറ്റും. പെട്ടെന്ന് ഒരു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ ആഴമേറിയ ഒരു കൾച്ചറിന്റെ സ്ഥലമാണ് ഈ ചെന്നൈ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയമാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ കൾച്ചറിനെ നശിപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺ വിഷയത്തിന് മാർക്കറ്റില്ല. കഴിഞ്ഞ 1, 2, 3 തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മുഴുവൻ പെൺ വിഷയങ്ങളായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ പോലും ആരോപണം ഉന്നയിച്ച സംഗതി അറിയാവുന്നു. അപ്പോൾ പെൺ വിഷയങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് മാർക്കറ്റില്ലാണ്ടായി? അപ്പോൾ അതിനനുസരിച്ച് സൊസൈറ്റിയുടെ മാറ്റം വന്നു. അപ്പോൾ അവർ കേൾക്കുകയാണ് പറയുന്നത്, കൗമാരക്കാർ പ്രണയിക്കട്ടെ, എന്താണ് അവർ സെക്സ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഏറ്റവും കേട്ടുവരുന്ന ഒരു ഗോസിപ്പ് കഥ അല്ലെങ്കിൽ ഇക്കിളിക്കഥയുടെ കൂട്ടത്തിൽ പെടുന്നതാണ് വിജയ് തൃഷ ബന്ധം. അതിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ സംസ്കാരം ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ഒരു കപ്പിളിനെ കണ്ട എല്ലാവരും അവജ്ഞയോടെ തന്നെയാണ് അത് കാണുന്നത്. പക്ഷേ വിജയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഭാര്യ ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നു, മറ്റൊരു നടിയുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു, അത് തൃഷയാണെന്ന് സമൂഹ മാധ്യമങ്ങൾ പറയുന്നു. എന്നിട്ടും ഈ പറഞ്ഞ കുറേ ഫാൻസ്, അവിടെയുള്ള കുറെ ആൾക്കാർ വിജയെ സപ്പോർട്ട് ചെയ്യുന്നു. തൃഷയാണ് ഇഷ്ടമെങ്കിൽ അദ്ദേഹം സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ഇതെങ്ങനെയാണ് ഈ സെലക്റ്റീവായിട്ട് ഈ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത്? അപ്പോൾ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനെ ഇപ്പം നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇവിടെ ഇപ്പം മാധ്യമങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മുടെ ഈ പൊതു അഭിപ്രായം രൂപീകരിക്കുന്നതിൽ ചില ആൾക്കാരുണ്ട്. ചില പ്രൊഫസർ സാംസ്കാരിക നായകന്മാരുണ്ട്, നായികമാരുമുണ്ട്, പിന്നെ ആക്ടിവിസ്റ്റുകളുണ്ട്, പിന്നെ അതേപോലെ തന്നെ ബുദ്ധിജീവികളുണ്ട്, സാമൂഹ്യ നിരീക്ഷകരുണ്ട്. അതേപോലെ തന്നെ ഈ വിവാഹബന്ധം വേർപെടുത്തിയിട്ട് വളരെ സ്ത്രീയുടെ ജീവിതത്തിൽ വിവാഹമാണോ ഏറ്റവും വലിയ സംഗതി എന്നൊക്കെ ചോദിക്കുന്ന വിഭാഗമുണ്ട്. ഇങ്ങനെയുള്ള ഒരു വിഭാഗം നമ്മൾ മാധ്യമത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്കും ഇപ്പം മാധ്യമ പ്രവർത്തകർക്കും ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്. പ്രശ്നമില്ല, പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, ലീഗലാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷനിലായി കഴിഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷനലി തെറ്റല്ല എന്നുണ്ടെങ്കിൽ പുരോഗമനപരമാണെന്നുള്ളത് കാര്യം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുള്ള പ്രശ്നം. അപ്പൊ കേരളത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ എക്സ്ട്രാ മാരിറ്റൽ ആയിക്കോട്ടെ എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു പ്രൊഫസർ ഇപ്പോൾ റിട്ടയർ ചെയ്തു. അവരുടെ കാലത്ത് വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ അമിതമായ ഒരു സെക്സിൻ്റെ എഴുത്തിലൂടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വീക്കിലിയിൽ സ്ഥിരമായിട്ട് ആഴ്ചപ്പേപ്പർ എഴുതിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അത് അമിതമായ സമയത്തേക്ക് പലരും പാരമ്പര്യമായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ നിർത്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ പെട്ടെന്ന് ശ്രദ്ധ കിട്ടുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർ പണ്ടൊരിക്കൽ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ഒന്ന് പറയുകയുണ്ടായി, കൗമാരക്കാരെ കുട്ടികൾ അവർ പ്രണയിക്കട്ടെ, അവർ സെക്സ് ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ അവർക്ക് അവരുടെ കുടുംബമൊക്കെ കാര്യങ്ങളൊക്കെ ഭദ്രമായിട്ട് നോക്കി അവരുടെ കുട്ടികളെയൊക്കെ നന്നായിട്ടൊക്കെ വളർത്തി കൊണ്ടുപോയി അവരുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ പറയുന്ന സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവരിൽ മാറ്റങ്ങൾ വരും, അറിയാതെ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങളൊന്നും അങ്ങനെയാണ് നമ്മൾ അറിയത്തില്ല ഈ മാറ്റങ്ങൾ വരുന്നത്. നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ ഈ മാറുന്നത് ശരി നാളെ മുതൽ ഞാൻ മാറിയേക്കാം എന്ന് വിചാരിച്ച് മാറുന്നതല്ല. ഉദാഹരണത്തിന് സൂര്യനെല്ലി കേസ് വന്നു. ഈ സൂര്യനെല്ലി കേസ് വന്നപ്പോഴത്തേക്കാണ് അപ്പോഴത്തേക്ക് ടെലിവിഷനൊക്കെ ഇങ്ങനെ കേരളത്തിലൊക്കെ ശക്തി പ്രാപിച്ചു വരുന്നൊരു സമയം കൂടെയായിരുന്നു. അപ്പോൾ ഈ സൂര്യനെല്ലി കേസ് വന്ന സമയത്തേക്ക് പത്രങ്ങൾക്ക് വായനക്കാരും കൂടി, അതോടൊപ്പം തന്നെ ടെലിവിഷൻ ചാനലുകൾക്ക് ഭയങ്കര വ്യൂവേഴ്സും കൂടുന്നു. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നതോ മാധ്യമപ്രവർത്തകർക്കാണെങ്കിൽ അനീതിക്കെതിരെയുള്ള ഒരു പോരാട്ടം പോലെ. സംഗതി സത്യമാണ്, പക്ഷെ അതിനെ മുൻനിർത്തുന്നു. അതോടൊപ്പം തന്നെ ഈ വാർത്ത അങ്ങനെയാണ് ഈ പീഡനം എന്നുള്ള വാക്ക് ഇതിലേക്ക് വരുന്നത്. കേരളത്തിൽ ഈ സെക്ഷൽ അബ്യൂസിന് അല്ലെങ്കിൽ സെക്ഷൽ ഈ ഹരാസ്മെന്റിനോ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷനൊക്കെ പീഡനം എന്നുള്ള പേര് ഈ സൂര്യനെല്ലി കേസ് തൊട്ടാണ് വരുന്നത്. അതിനു മുൻപ് ഇത് അഡ്രസ് ചെയ്യപ്പെടില്ലായിരുന്നോ? അതിനു മുമ്പ് ഈ ഒരു രീതിയിലേക്ക്
സംഗതി വന്നിട്ടില്ല. മനസ്സിലായല്ലോ? അപ്പൊ അതിനു മുമ്പ് ഈ പറഞ്ഞതുപോലെ ഒരു കേരളത്തിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതും കൈകാര്യം ചെയ്യുന്നതൊക്കെ ഈ മഞ്ഞപ്പത്രത്തിന്റെ അല്ലെങ്കിൽ യെല്ലോ ജേർണലിസ്റ്റിന്റെ ഭാഗമായിട്ട് കണക്കാക്കിയ സാധനമാണ്. പിന്നീട് ഇത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ചൂഷണത്തിന്റെ ഒരു പരിവേഷം വന്നതോടുകൂടി ഇത് പിന്നെ ഒരു മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ട് റേറ്റിംഗ് കൂട്ടാനും അതോടൊപ്പം വായനക്കാരും കൂട്ടാനുള്ള സംഗതിയാണ്. അതിനുശേഷം ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഓരോ ദിവസവും പീഡന വാർത്തകളില്ലാത്ത സംഗതികളില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺ വിഷയത്തിന് മാർക്കറ്റ് ഇല്ലാണ്ടായി. കഴിഞ്ഞ 1, 2, 3 തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ പെൺ വിഷയങ്ങളായിരുന്നു, പച്ചയായിട്ട്. അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പം ഉമ്മൻചാണ്ടിക്കെതിരെ പോലും ആരോപണം ഉന്നയിച്ച സംഗതി അറിയാമല്ലോ. അപ്പൊ പെൺ വിഷയങ്ങൾക്ക് ഇപ്പൊ കേരളത്തിൽ എന്തുകൊണ്ട് മാർക്കറ്റ് ഇല്ലാണ്ടായി? അപ്പൊ അതിനനുസരിച്ച് സൊസൈറ്റിയുടെ മാറ്റം വന്നു. ഇവിടെ നമ്മളിപ്പോ ഈ നമ്മുടെ ഈ സംസ്ഥാനത്ത് വിശേഷം കൊച്ചിയെ പോലുള്ള സ്ഥലം എടുത്ത് നോക്കുകയാണെങ്കിൽ കൊച്ചിയിലുള്ള ഈ ഹൈസ്കൂളിലെയും പ്രിൻസിപ്പൽമാരെ പോയിട്ട് സ്വകാര്യമായിട്ട് ഒന്ന് സംസാരിച്ചു നോക്കുക. നമ്മൾ ഇന്ന് സമൂഹം നേരിടുന്ന മിക്കവാറും ഗുരുതരമായ പല പ്രശ്നങ്ങളും അവർ നേരിടുന്നുണ്ട്. അത് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുടെ അടുത്ത് സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അറിയാൻ പറ്റും. നമുക്ക് കേട്ടാൽ ഞെട്ടിപ്പോകുന്ന സാധനങ്ങൾ, വിശ്വസിക്കാൻ പറ്റാത്ത സാധനങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് അവർ നേരിടുന്ന വിഷയങ്ങളാണ്. അതിൽ നിന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അവർ കേൾക്കുകയാണ് പറയുന്നത് കൗമാരക്കാർ പ്രണയിക്കട്ടെ, എന്താണ് അവർ സെക്സ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഈ പിന്നെ പല രക്ഷകർത്താക്കളും ചിലരും ഈ സിംഗിൾ പേരൻ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടേതായ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. സംഗതി എന്താ അവരുടെ ജീവിതമല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുന്നൊരു മാറുന്ന ഒരു സമൂഹത്തിലൊക്കെയാണ് ഇങ്ങനെ വന്നിരുന്നത് ഉത്തരവാദിത്വം ഇല്ലാതെ പറയുന്നത്. അപ്പോൾ ഇതൊരു പൊതു സംസ്കാരമായിട്ട് ഓഫ് കോഴ്സ് കാലം മാറുന്നതനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും. ഇപ്പം നമ്മുടെ വിദേശത്തുള്ള സംസ്കാരങ്ങൾ ഇപ്പം നമുക്ക് വിദേശവും സ്വദേശവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പം അങ്ങനെ പുതിയ പുതിയ ചിന്തകൾ വരും. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ, ഭരണഘടന തന്നെ, അല്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ നമുക്ക് അനുവാദം തരുന്നുണ്ട്. സ്വമേധയുള്ള സമ്മതപ്രകാരം എന്തുവാകാം, പ്രയാസമില്ല. ഓക്കെ, അപ്പോൾ അത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് കുറേയും കൂടെ ഇത് നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മാനസികമായ ഐക്യത്തിൻ്റെ ഒരു മനോഹരമായ ഒരു മാനിഫെസ്റ്റേഷൻ പോലെയോ അതല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വളരെ ഒരു സിങ്ക്രണൈസേഷൻ്റെ കൾമിനേഷൻ പോലെയോ അതിൻ്റെ കൺസമേഷൻ പോലെയോ വരേണ്ട ഒരു സംഗതിയാണ് ഈ സെക്സ് എന്നുള്ളൊരു സംഗതിയിൽ അത് മാറ്റം വരുന്നു. അങ്ങനെ ആ മാറ്റം അത് വന്നു കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് തന്നെ സ്വയം തോന്നുകയാണ് എന്താണ് പ്രശ്നം തോന്നുകയാണ് ചെയ്യുന്നത്. പൊതുബോധത്തിലേക്ക് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ആ പൊതുബോധമാണ് ഈ പറയുന്നത് പോലെ പെട്ടെന്ന് ഇപ്പോൾ വിജയ്, എന്തുകൊണ്ടാണ് വിജയ്ക്ക് ഇത്രയും ഫാൻസ് വരുന്നത്? വിജയെ കാണാൻ വരുന്ന ആൾക്കാർ മരിക്കാൻ കാര്യം എന്താണ്? അവരുടെ ഉള്ളിലുള്ള ചില കഥാപാത്രങ്ങളിലൂടെയാണ് ഈ വിജയെ കാണുന്നത്, ഇല്ലേ? അപ്പൊ അവരുടെ ഉള്ളിലെ വൈകാരികമായ ചലനങ്ങളുടെ അതല്ലെങ്കിൽ വിജയ്ക്ക് എന്താ പ്രത്യേകത? ഒന്നുമില്ല, അല്ലേ? സത്യം പറഞ്ഞാൽ മികച്ചൊരു നടൻ പോലും അല്ല. നമ്മുടെ ഇവിടെയൊക്കെ നടക്കുന്ന കൊച്ചു പിള്ളേർ കണക്കും അല്ലെങ്കിൽ അതുപോലൊക്കെ ഈ നമ്പർ കാണിക്കുന്ന ഒരു പയ്യനുള്ളൂ. പക്ഷെ കേരളത്തിൽ പോലും കുട്ടികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് വിജയ്, അല്ലേ? നമ്മുടെ ഓഫീസിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ പോലും വിജയ് ഫാൻസിന്റെ തട്ട് താണ് തന്നെ ഇരിക്കും. അതേ പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ ഒരു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, അത് വ്യക്തികളിൽ ഉണ്ടാവുന്ന സംഗതിയാണ്. ഒറ്റ ഉദാഹരണം, ഇന്നിപ്പോ രാവിലെ ഒരു ടെലിവിഷനിൽ ഒരു വാർത്ത കണ്ടു. 1 രൂപയ്ക്ക് ഒരു ഷൂസ് കോഴിക്കോട് ഷോപ്പ് ഓപ്പൺ ചെയ്തു വൈക്കം മുഹമ്മദ് ബഷീർ റോഡിൽ. ഏതാണ്ട് കോഴിക്കോട്ടെ ജെൻസി കമ്മ്യൂണിറ്റി മുഴുവൻ അവിടെ വന്നു പോലീസിന് ലാത്തി ചാർജ് ചെയ്യേണ്ടി വന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അപ്പൊ ഇത് ഒരെണ്ണം ഇങ്ങനെ വെറുതെ കിട്ടും എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആർത്തിയാണ്. ഇതിനകത്ത് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ഷൂസിന് ചിലപ്പോൾ 200-300 രൂപയായിരിക്കും വില, ചിലപ്പോൾ 500 രൂപയുടെ ഇന്ധനം ചെലവഴിച്ചൊരുത്തിന് വണ്ടി ഓടിച്ചു മനസ്സിലായില്ലേ? അപ്പൊ ഇതൊരു മാനസികാവസ്ഥയാണ്. അപ്പൊ ഈ മാനസികാവസ്ഥയാണ് ഇവരൊക്കെ നന്നായിട്ട് ചൂഷണം ചെയ്യുന്നത്. അപ്പം വിജയ് ഒന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചാൽ ഒരു സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാൻ ശേഷിയുള്ള വ്യക്തിയാണെങ്കിൽ വിജയിയെ കണ്ടു, എനിക്ക് എന്താണ് സുഖം കിട്ടുന്നത് അതുകൊണ്ട് ഒരു നിമിഷം ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പണി. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇപ്പം തൃഷയും വിജയും തമ്മിലുള്ള ബന്ധത്തെ ആൾക്കാരെടുത്ത് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പം തമിഴ്നാട്ടിൽ ഈ മാറി വരുന്ന സംഗതി, തമിഴ്നാട്ടിൽ ഇപ്പം ഇന്നലെ ഒരു കേസ് വന്നു കോടതിയിൽ. കോയമ്പത്തൂരിൽ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിൻ്റെ പേരിൽ മരണം വരെ ശിക്ഷിച്ചു പ്രതികളെ. അത്
അപൂർവമായി തമിഴ്നാട്ടിലുണ്ടാവുന്ന കേസാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു തമിഴ്നാട്. മനസ്സിലായല്ലേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൾച്ചറിൻ്റെ പ്രത്യേകതയാണ്. അവർ ഒരു 2 വയസ്സായ ഒരു കുട്ടിയാണെങ്കിൽ, 5 വയസ്സായ 6 വയസ്സ് 7 വയസ്സായ ഒരു പെൺകുട്ടിയാണെങ്കിലും, എത്ര വയസ്സ് മുതിർന്ന വ്യക്തിയാണെങ്കിലും അമ്മാന്നേ വിളിക്കുള്ളൂ, ഇങ്ക വാമ്മാന്നേ പറയുള്ളൂ. അപ്പോൾ സ്ത്രീയെ അമ്മയായിട്ട് കണ്ടിങ്ങനെ ഒരു സങ്കല്പത്തിലൂടെ കണ്ടുപോകുന്ന, അല്ലെങ്കിൽ ആ ഒരു കൾച്ചറാണ് അവിടെയുള്ള സംഗതി. അപ്പോൾ സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉള്ള സ്ത്രീകൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ സേലത്തൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് അപ്പം നല്ല ഇവിടെയൊക്കെയാണല്ലോ ഈ കറുപ്പിന് കോംപ്ലക്സ് എന്നൊക്കെ പറയുന്നത്. തമിഴ്നാട്ടിലെ പെണ്ണുങ്ങൾക്കൊന്നും കറുപ്പൊന്നും ഒരു കോംപ്ലക്സും ഇല്ല. അവരാ കറുപ്പിന് പുറത്ത് മഞ്ഞളൊക്കെ ഇട്ട് സൈക്കിളിനകത്തൊക്കെ ഈ പൊരിഞ്ഞ വെയിലത്ത് ചവിട്ടി ലോഡൊക്കെ വെച്ചിട്ട് പോകുന്നതാണ് എല്ലാ സ്ത്രീകളും ജോലി ചെയ്ത്. മനസ്സിലായോ? തമിഴ് പെണ്ണിന്റെ സ്ത്രീയുടെ ഒരു എനർജി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ ത്രസിക്കുന്ന എനർജിയാണ്. അവിടുത്തെ ആണുങ്ങൾക്കില്ലാത്ത സാധനമാണത്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ പോലെ ഈ കൾച്ചർ അത്ര ഡീപ്പാണ് തമിഴിൻ്റെ സാധനം. അതേപോലെ തന്നെ ഞാൻ തമിഴ്നാട്ടിലെ 2-3 വർഷം താമസിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ലക്ഷ്മി എന്ന. അതോടൊപ്പം തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാധ്യമപ്രവർത്തനമാണല്ലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹൈക്കോടതി വിധി വരും. ഹൈക്കോടതി വിധി വരുന്നതിനകത്ത് പല വിധികളിലും തിരുക്കുറൽ കോട്ട് ചെയ്യും, തിരക്കുറൽ പറഞ്ഞിട്ട് മാതിരി. അതേപോലെ തന്നെ നമ്മൾ ജോലിക്ക് വരുന്ന വീട്ടിലെ ലക്ഷ്മി, നമുക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല അവർക്ക്. പക്ഷെ അവരും എൻ്റെ വൈഫിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നതൊക്കെ, എന്നമ്മ എൻ്റെ കുറൽ സ്വന്തം മാതിരി, അവരും കുറൽ കോട്ട് ചെയ്യും, തിരുക്കുറൽ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൾച്ചർ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു നഗരത്തിലും ഇല്ലാത്തൊരു വ്യത്യാസം ചെന്നൈ നഗരത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്ത് പഠിക്കണമെങ്കിലും അത് ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് സിറ്റിയാണ് ചെന്നൈ, മെട്രോപൊളിറ്റൻ സിറ്റിയാണ്, സംശയമില്ല. പക്ഷെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ 5:30-6 മണിയായി കഴിഞ്ഞാൽ ചെന്നൈ നഗരം ട്രാൻസ്ഫോം ചെയ്യുകയാണ്. പെട്ടെന്ന് മുക്കുന്ന മൂലകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ മണിയടി കേൾക്കുക, ശംഖുവിളി കേൾക്കുക, അതോടൊപ്പം തന്നെ മല്ലിപ്പൂവേ എന്നൊരു വിളിയും കേൾക്കുക. പെട്ടെന്ന് ആ ഒരു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ആഴമേറിയ ഒരു കൾച്ചറിൻ്റെ സ്ഥലമാണ് ഈ ചെന്നൈ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എനിക്ക് 1924 തീയതി ഓർമ്മ, 24 തോന്നുന്നു, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് പറഞ്ഞ പെരിയാറിന്റെ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനം അവസാനം തങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി ആത്മാഹൂതി ചെയ്യാനുള്ള ഒരു ആത്മാഭിമാനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. തമിഴ്നാട്ടിലെ രാഷ്ട്രീയമാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ കൾച്ചറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.